ഹലോ മക്കൾസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. അപ്പോൾ എന്താ മക്കളെ, റെഡി അല്ലേ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട്? ഓടിവാ, കേറിപ്പോരെ, കൂടെ പിടിച്ചോ. യെസ്, വന്യജീവി സങ്കേതങ്ങൾ പ്രിലിംസ് എഴുതാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാം വരുന്ന മാസങ്ങളിൽ പ്രിലിംസ് എഴുതാനായിട്ട് പോകുന്നു. സോ കുറച്ച് ബേസ് ലെവൽ GK ഇന്ന് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ, റെഡി അല്ലേ? എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായിട്ട് എത്ര വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലുണ്ട്, അത് നിലവിൽ വന്ന വർഷം ഏത്, അത് ഏത് ജില്ലയിലാണ് എന്ന കാര്യം ഉറപ്പായിട്ടും നമ്മുടെ ഇവിടെ ഫീഡ് ചെയ്തോളണം. ചെയ്യത്തില്ലേ? എടാ ചെയ്യുമോന്ന്? ഓക്കെ അല്ലേ? ശരി, ഓക്കെ. യെസ്, പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം മനോഹരമായ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ വന്യജീവി സങ്കേതം വർഷവേദ 1950. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയല്ലേടാ പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി ജില്ലയിൽ. കൂടുതലൊന്നും പറയാനായിട്ടില്ല. യെസ്, അപ്പോൾ 1950 ജനുവരി 24 പ്രത്യേകത എന്താണ്? ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചു. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ജനഗണമന. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഈ ജനഗണമനയിൽ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തിൽ എത്ര നദികളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്? 2 എണ്ണമേ ഉള്ളൂ. എണ്ണി എടുക്കാൻ നിൽക്കേണ്ട 2, ഗംഗയും യമുനയുമാണ്. സിന്ധു എന്ന കാര്യം മനസ്സിനകത്ത് ഓർമ്മ വന്നോ? വേണ്ട. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് അങ്ങനെയല്ലേ പാടുന്നേ? പഞ്ചാബ് സിന്ധാണ്. അപ്പൊ സിന്ധിന് എന്താ ചോദ്യം? ദേശീയ ഗാനമായ ജനഗണമനയിൽ പരാമർശമുള്ളതും ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഏത്? സിന്ധ്. അത് പാകിസ്ഥാന്റെ പ്രവിശ്യയാണ്. അപ്പോൾ ഗംഗയും യമുനയുമാണ് ദേശീയ ഗാനത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദികൾ. ജയ എന്ന പദം എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 10 തവണ പറഞ്ഞിട്ടുണ്ട്. 10 തവണയാണ്. ഓക്കെ, ശങ്കരാഭരണം രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് അതിന് ഗാനരചനയിലല്ലോ സംഗീതം നൽകിയിരിക്കുന്നത്. യെസ്, എത്ര സെക്കൻഡ് കൊണ്ട് പാടും? 52 സെക്കൻഡ്. നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പാടിത്തീരും. നോർമലി 52 സെക്കൻഡ്. ഷോർട്ട് വേർഷൻ പാടാൻ ആവശ്യമായ സമയം 20 സെക്കൻഡ്. യെസ്, അപ്പൊ നെയ്യാർ വന്യജീവി സങ്കേതം 1958. നെയ്യാർ വന്യജീവി സങ്കേതം 1958 എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ല. ഓക്കെ, എന്റെ ജില്ല തിരുവനന്തപുരമാണ്. നിങ്ങളുടെ ജില്ല ഏതാ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. യെസ്, ഓക്കെ. അപ്പോ എന്താണ്? യെസ്, അപ്പോ നെയ്യാർ വന്യജീവി സങ്കേതം വർഷം 1958 തിരുവനന്തപുരം ജില്ലയിലാണ്. യെസ്, പീച്ചി വാഴാനി 1958 തൃശ്ശൂർ ജില്ല. 1958 നിലവിൽ വന്ന 2 വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാ? നെയ്യാറും ഉണ്ട്, പിന്നെ പീച്ചി വാഴാനിയും ഉണ്ട് അല്ലേ? ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് പീച്ചിയാണ്, തൃശ്ശൂർ ജില്ലയിലെ. അപ്പൊ നെയ്യാർ 1958, പീച്ചി വാഴാനി 1958. 58-ലെ 2 എണ്ണം ഉണ്ടല്ലേ? 50-ൽ ഏതൊക്കെയാണ്? 50-കളിൽ 3 എണ്ണം ഉണ്ട്. 50-കളിൽ പെരിയാറുണ്ട്. 50-ൽ യെസ് നെയ്യാർ 58, പീച്ചി വാഴാനി 1958. യെസ്, വയനാട് വന്യജീവി സങ്കേതം. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ല, വയനാട് അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം 1973. വയനാട് വന്യജീവി സങ്കേതം വയനാടിലല്ലേ കാണുള്ളൂ, സ്വാഭാവികമായിട്ടും. യെസ്, ഓക്കെ. അപ്പൊ വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണ്? 1973 നിലവിൽ വന്നത്. അത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ഓക്കെ, വയനാട് ജില്ല 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കാർബൺ ന്യൂട്രൽ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ് അല്ലെ? കാർബൺ ന്യൂട്രൽ ജില്ല. ഓക്കെ, കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി ഏതാ? കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി. കാർബൺ ന്യൂട്രൽ എയർപോർട്ട് ഏതാണ്? കാർബൺ ന്യൂട്രൽ എയർപോർട്ട് കുഷോക് ബാക്കുലെ റിംപോച്ചെ എയർപോർട്ട് അഥവാ ലഡാക്ക് എയർപോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ഏത്? അഥവാ ലഡാക്ക് കുഷോക് ബാക്കുലെ റിംപോച്ചെ അല്ലെ? റിംപോച്ചെ എന്ന് മാത്രം ഓർത്താലും മതിയേ. ഓക്കെ, റിംപോച്ചെ എയർപോർട്ട് അഥവാ ലഡാക്ക് എയർപോർട്ട്. ദെൻ ഓക്കെ, കാർബൺ ന്യൂട്രൽ ഗ്രാമം ഏതാ? അത് മീനങ്ങാടിയാണ്. മീനങ്ങാടി എവിടെ? വയനാട് ജില്ലയാണ്. അപ്പൊ കാർബൺ ന്യൂട്രൽ എന്ന് കേൾക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തുവായോ? യെസ്, ഓക്കെ. പറമ്പിക്കുളം 1973. വന്യജീവി സങ്കേതങ്ങൾ മനസ്സിനകത്ത് 2010 വന്ന് ഓടി വന്നു കഴിഞ്ഞു. ഇവിടെ കടുവ സങ്കേതമാക്കിയ വർഷമല്ല ചോദിക്കുന്നത്, പകരം എന്താ? വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ്. പിന്നീടല്ലേ അതിനെ കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, പറമ്പിക്കുളം പാലക്കാടാണ്. 1973 നിലവിൽ വന്ന പറമ്പിക്കുളത്തിന്റെ പ്രത്യേകത
എന്താ? കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തമിഴ്നാടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിന്റെ വന്യജീവി സങ്കേതം, അങ്ങനെയല്ലയോ ആ ചോദ്യം? ആണ് മക്കളെ. അപ്പോൾ തമിഴ്നാടിലൂടെ പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളമാണ് 1973. 1973 പ്രത്യേകത എന്തുവാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973 കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫുട്ബോൾ സന്തോഷ് ട്രോഫി കേരളത്തിന് ആദ്യമായി സ്വന്തമാക്കിയ വർഷമാണ് 1973. ആയിക്കോട്ടെ. അടുത്ത അപ്പോൾ എന്താ? 58 2 വന്യജീവി സങ്കേതങ്ങൾ, 73 2, ദെൻ 76 നമ്മൾ പോകുന്നേ. ഇടുക്കി വന്യജീവി സങ്കേതം ഏതാണ്? 1976 വന്നത് ഇടുക്കി വന്യജീവി സങ്കേതം. അപ്പൊ ഇടുക്കിയായ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പാലക്കാടിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനത്തേക്ക് ആര് വന്നിട്ടുണ്ടോ? ഇടുക്കി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇടുക്കി 1976 ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് സ്വാഭാവികമായിട്ടും. യെസ്, ഓക്കെ. പേപ്പാറ വന്യജീവി സങ്കേതം 1983. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതം 1973. 1973 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. തിരുവനന്തപുരം നഗരത്തെ നിത്യഹരിത നഗരമെന്ന് വിശേഷിപ്പിച്ചത് ആരാ? തിരുവനന്തപുരം നഗരത്തെ നിത്യഹരിത നഗരമെന്ന് വിശേഷിപ്പിച്ചത് ആരാ? അത് മറ്റാരുമല്ല, ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് തിരുവനന്തപുരം നഗരത്തെ നിത്യഹരിത നഗരം, എവർഗ്രീൻ സിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ആയിക്കോട്ടെ. അപ്പോ ഈ ഗാന്ധിജി അവസാനം പറഞ്ഞ വാക്ക് എന്താ? അവസാനം പറഞ്ഞത് ഹേ റാം എന്താണ്? ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഗാന്ധിജിയുടെ ഇഷ്ടഗാനം ഏതാണ് കുഞ്ഞുങ്ങളെ? വൈഷ്ണവജനതോ. വൈഷ്ണവജനതോ. എന്നാൽ ഗാന്ധിജിയും കൂട്ടുകാരും ഗാന്ധിജിയുടെ കൂടെ 78 പേർ, അങ്ങനെ 79 പേർ ദണ്ഡിയാത്രയ്ക്ക് പോയപ്പോൾ പാടിയ പാട്ട് ഏതാ? രഘുപതി രാഘവ രാജാറാം. ഓക്കെ, യെസ്. ഇങ്ങനെ പാടിക്കഴിഞ്ഞുമ്പോൾ നമുക്കൊരു ദേശഭക്തിയൊക്കെ മനസ്സിനകത്ത് വരുന്നില്ലേ? ദേശത്തോടുള്ള, ഇന്ത്യയോടുള്ള, ഭാരതത്തോടുള്ള ഒരു സ്നേഹമൊക്കെ അങ്ങനെ വരട്ടെ. ഒപ്പം കുടുംബത്തോടുള്ള സ്നേഹം വരട്ടെ. അതിലുപരിയായി നിങ്ങളോട് തന്നെയുള്ള സ്നേഹം വരട്ടെ. ആ ഒരു സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകട്ടെ. അന്നേരം നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കും. സർക്കാർ ജോലി, മാസ ശമ്പളം, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മെച്ചപ്പെടൽ, അടിപൊളി, ലെവലേ വേറെ. ഓക്കെ, യെസ്. അപ്പൊ പേപ്പാറ വന്യജീവി സങ്കേതം 1983. ദെൻ തട്ടേക്കാടും 83. തട്ടേക്കാട് വന്യജീവി സങ്കേതം. കൺഫ്യൂസ്ഡ് ആയോ? അതൊരു പക്ഷി സങ്കേതമല്ലേ? ആണ്, പക്ഷി സങ്കേതമാണ്. അത് വന്യജീവി സങ്കേതമാണ്. യെസ്, ഓക്കെ. തട്ടേക്കാടും 1983 എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, അല്ലയോ? ഓക്കെ, അപ്പൊ തട്ടേക്കാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. നോക്കി, 58 2 73 2 83 2 സെക്ട്. ഓക്കെ, അപ്പോ വയനാട് പറമ്പിക്കുളം 73, ഇടുക്കി 76, പേപ്പാറ തട്ടേക്കാട് 1983. ഇനി ചിന്നാറ് തുടങ്ങി. ചിമ്മിനി, ആറളം, ചെന്തുരുണി ഇതെല്ലാം 1984 വരുന്നത്. ഏതൊക്കെയാ? ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി, ആറളം. നല്ല രസവാ പറയാണ്ട്. ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണിയാ, എന്നാലും ചേച്ചേ പറയാൻ എളുപ്പമായതുകൊണ്ട് ചിമ്മിനി, ചിന്നാർ, ചെന്തുരുണി, ആറളം 1984. ചിമ്മിനി, ചിന്നാർ, ചെന്തുരുണി, ആറളം ഏതാ വർഷം? 1984. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന 1984 അല്ലേ? കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 അല്ലേ? തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം 1984. ഭോപ്പാൽ ദുരന്തം നടന്നത് 1984. ദെൻ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. സാഫ് ഗെയിംസ് നിലവിൽ വന്നു. ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയി. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള 1984 ചിമ്മിനി, ചെന്തുരുണി, ചിന്നാർ, ആറളം വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നത്. പക്ഷെ എല്ലാം വ്യത്യസ്തങ്ങളായ ജില്ലകളിലായിരുന്നു അല്ലേ? ചിന്നാർ ഇടുക്കി. ഓക്കെ, ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാടാ? ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. പാമ്പാറിന്റെ നീളം എത്രയാ? 25 കിലോമീറ്റർ. പാമ്പാറിന്റെ നീളം എത്രയാ? 25 കിലോമീറ്റർ ആണ്. യെസ്. അപ്പൊ ചിമ്മിനി വന്യജീവി സങ്കേതം എവിടാ? തൃശ്ശൂരാണ്. ചിമ്മിനി തൃശ്ശൂരാണ്. ആറളം കണ്ണൂരാണ്. ചെന്തുരുണി കൊല്ലമാണ്. ചെന്തുരുണിയുടെ പ്രത്യേകത എന്താ? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമല്ലേ ചെന്തുരുണി? അല്ലെ, ഒരു വൃക്ഷത്തിന്റെ പേരിൽ. ഈ വൃക്ഷം ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗൂസ്ട്രാ ട്രാവൻകൂർക്ക അല്ലെ?
റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓക്കെ. അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേതം വർഷം 1984, 1984 കൊല്ലം ജില്ലയിലാണ്. അടുത്ത് പറയട്ടെ, മംഗളവനം കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന, കൊച്ചി അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുള്ള മംഗളവനം ഏതാണ്? 2004 മംഗളവനം വർഷം ഏതാണ്? 2004. എവിടെയാ? എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ നേരത്തെ ഒരെണ്ണം പറഞ്ഞില്ലേ, തട്ടേക്കാട്. 83 എറണാകുളം ജില്ലയില് തട്ടേക്കാടുണ്ട്, മംഗളവനമുണ്ട്. വർഷം 2004. ഞാൻ ഇയർ ബേസ് ചെയ്ത് എഴുതി. എന്താണെന്നറിയോ, നമുക്ക് ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. യെസ്, ഓക്കെ. 2004 എറണാകുളം ജില്ല. അടുത്ത് നോക്കിയേ, കുറിഞ്ഞിമല 14ാമതായിട്ട് വന്നത്. കുറിഞ്ഞിമല അതും ചോദിക്കാറുണ്ട്. കുറിഞ്ഞി സാങ്ച്വറി വന്ന വർഷം. കുറിഞ്ഞിമല ദേശീയോദ്യാനം 2006. എത്ര വർഷത്തിലൊരിക്കുക ഇത് പോകുന്നത്? ഏതാ? 12 വർഷത്തിലൊരിക്കുക. 12 വർഷത്തിലൊരിക്കുക. അപ്പോൾ കുറിഞ്ഞിയൊക്കെ അടുത്തിടെ എന്താണ് നമ്മുടെ UCNന്റെ റെഡ് ഡേറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ ന്യൂസ് വന്നായിരുന്നു. ഓർമ്മയുണ്ട്. സ്ട്രോബിലാന്തസ് കുന്തിയാന കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞി, സ്ട്രോബിലാന്തസ് കുന്തിയാന. യെസ്, ഓക്കെ. അപ്പൊ കുറിഞ്ഞി സാങ്ച്വറി വർഷം 2006. ഇനി ചൂലന്നൂർ വന്യജീവി സങ്കേതം, മയിൽ സങ്കേതം പാലക്കാട് വർഷവേദ 2007. പാലക്കാട് ജില്ലയിൽ 2ാമത് വന്നല്ലേ. പറമ്പിക്കുളം പാലക്കാടാണ്, ചൂലന്നൂർ പാലക്കാടാണ്. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂർ വർഷം 2007 പാലക്കാട് ജില്ല. അടുത്ത് പറയാം, മലബാർ വന്യജീവി സങ്കേതം 2010. മലബാർ വന്യജീവി സങ്കേതം 2010. മലബാർ വന്യജീവി സങ്കേതം ഏതാ? 2010. ആനയെ പൈതൃക മൃഗമായി കൊണ്ടുവന്ന വർഷം 2010 എന്നാൽ 2008 എന്ത് സംഭവിച്ചടാ? 2008 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു. 2008 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു. നവംബർ 4-ാം തീയതി. യെസ്, 2008 നവംബർ 4 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കണേ. ഓക്കെ, അടുത്ത നവംബർ 4 എനിക്ക് വിഷ് ചെയ്താൽ മതി. യെസ്, ഓക്കെ. അപ്പോൾ 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നു. 2009 ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിനെ പ്രഖ്യാപിച്ചു. 2010 എന്താണ് ആനയെ പൈതൃക മൃഗമായി പ്രഖ്യാപിക്കുന്നു. 2010 ജൂലൈ 15 പ്രത്യേകത എന്താ? ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം വന്നു അല്ലേ. ഉദയകുമാർ രൂപയ്ക്ക് ചിഹ്നം കൊണ്ടുവന്നില്ലേ? ഓക്കെ, യെസ്. അപ്പോൾ മലബാർ വന്യജീവി സങ്കേതം 2010. ഇനി കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേട്ടപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം ഓർമ്മ വരുന്നുണ്ടോ? കൊട്ടിയൂർ 6 വന്യജീവി സങ്കേതം വിഭജിച്ചുണ്ടായതാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ 2011. കൊട്ടിയൂർ 2011 കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ കണ്ണൂർ. ഓക്കെ. അപ്പൊ കൊട്ടിയൂർ കണ്ണൂറാണ് 2011. ഏറ്റവും ഒടുവിലായി വന്നത് കരിമ്പുഴ. അപ്പൊ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളാണ്. എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അപ്പോൾ കരിമ്പുഴ വന്ന വർഷം 2019. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലായിട്ടാണ് വരുന്നത് അല്ലെ. കരിമ്പുഴ വന്യജീവി സങ്കേതം 2019. 18ാമത്തെ വന്യജീവി സങ്കേതം വന്നത് 19-ലാണോ? 18ാമത്തെ വന്യജീവി സങ്കേതം വന്നത് 2019 കേട്ടോ. പൗരത്വ ഭേദഗതി നിയമം, അങ്ങനെ ഒത്തിരി ഭേദഗതി നിയമങ്ങളൊക്കെ ഏത് വർഷത്തിൽ? 2019 വരുന്നുണ്ടല്ലേ. അപ്പോൾ കരിമ്പുഴ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ. അത് വന്ന വർഷം ഏതാണ്? 2019. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. ഡിജിറ്റൽ പട്ടയ വിതരണം പൂർത്തിയാക്കിയ ആദ്യത്തെ ജില്ലയല്ലേ മലപ്പുറം. ഡിജിറ്റൽ പട്ടയ വിതരണം, ഡിജിറ്റൽ എന്നല്ല ഞാൻ പറഞ്ഞ, ഡിജിറ്റൽ പട്ടയ വിതരണം എന്ന. ഡിജിറ്റൽ ജില്ല എവിടെയായിരുന്നു? അത് ഡിജിറ്റൽ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാ? നമ്മൾ തൃശ്ശൂരായിരുന്നു അല്ലേ. തൃശ്ശൂരായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഏതാ ഡിജിറ്റൽ ജില്ല? തൃശ്ശൂരാണോ? രണ്ടാമത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയമാണ്. എന്നാൽ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ് അല്ലെ. ഡിജിറ്റൽ സാക്ഷരത ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താ? ഡിജിറ്റൽ പട്ടയ വിതരണം പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലയിലാണ്. ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ള. 18 വന്യജീവി സങ്കേതങ്ങളുണ്ട് കേരളത്തിൽ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ, അല്ലെങ്കിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. പെരിയാർ 1008. എൻ്റെ കൂടെ പറഞ്ഞു വാങ്ങുന്നു, ഉറങ്ങരുതെന്ന്. എന്താണ്? ഇനി നമുക്ക് പഠിച്ച് ജോലി വാങ്ങുന്നത്, പഠിച്ച് നല്ലൊരു റാങ്കിൽ അല്ല ജോലി കയറുന്നവരെ ഉറക്കം ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ ഉറങ്ങണം കേട്ടോ. എങ്കിലും ആവേശത്തോടുള്ള പഠനം, നിങ്ങളുടെ ആവേശത്തോട് എനിക്ക് ജോലി വേണം
എന്ന് നിങ്ങൾ മനസ്സിനകത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതാണ് തകർക്കാനായിട്ട് ആർക്കും പറ്റില്ല. നിങ്ങൾ വിചാരിക്കുക എനിക്ക് ജോലി കിട്ടിയിരിക്കും, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തടസ്സവും ഒരു സാഹചര്യങ്ങൾക്കും കഴിയില്ല മക്കളെ. അപ്പൊ എന്താണ്, പെരിയാർ 1950, ഇടുക്കി, നെയ്യാർ 1958, തിരുവനന്തപുരം പീച്ചി വാഴാനി 1958, തൃശ്ശൂർ, വയനാട് മുത്തങ്ങ 1973, വയനാട് പറമ്പിക്കുളം 1973, പാലക്കാട് കൂടെ പറഞ്ഞോ, ഇടുക്കി 1976, പേപ്പാറ തട്ടേക്കാട് 1983, പേപ്പാറ തിരുവനന്തപുരം, തട്ടേക്കാട് എറണാകുളം, ചിന്നാർ, ചിന്തുരുണി, ചിമ്മിനി, ആറളം 1984, ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശ്ശൂർ, ആറളം കണ്ണൂർ, ചെന്തുരുണി കൊല്ലം, മംഗളവനം 2004 എറണാകുളം, കുറിഞ്ഞുമല 2006 ഇടുക്കി, ചൂലന്നൂർ 2007 പാലക്കാട്, മലബാർ 2010 കോഴിക്കോട്, കൊട്ടിയൂർ 2011 കണ്ണൂർ, കരിമ്പുഴ 2019 മലപ്പുറമാണ്. അപ്പോൾ ഈ പോർഷൻസ് അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ വർഷമായി അവയുടെ ജില്ല, പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരിക്കൽ കൂടെ കേൾക്കണം എന്നുള്ളൊരു വീണ്ടും കേൾക്കുക. എന്നാൽ അതിനകത്തൊന്നും അങ്ങനെ വീണ്ടും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിനകത്ത് സെറ്റാണ്. അടിപൊളിയായിട്ട് പഠിച്ചു മക്കളെ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.